എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ കുട്ടികളുമൊത്ത് ചെന്ന ഉഷയെ കണ്ട് അവിടെയുണ്ടായിരുന്ന ശാണ്ഡില്യൻ എന്ന ഒരു ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടികളെ ശ്രദ്ധിച്ചു. അതിനുശേഷം അവരോട് ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, വാസനാബന്ധം എന്നത് ആർക്കും നിരോധിക്കാവുന്നതല്ല. നോക്കൂ, ഏതോ കുലത്തിൽ പിറന്ന ബാലകൻ സ്വന്തം മാതാപിതാക്കളില്ലാതെ ഇതാ ഒരു ബ്രാഹ്മണ ബാലകനുമായി ചേർന്ന് സുഖമായി വസിക്കുന്നു. ശാണ്ഡില്യൻ്റെ വാക്കുകൾ കേട്ട് ഈ ബ്രാഹ്മണ സ്ത്രീക്ക് ആശ്ചര്യം തോന്നി. അവൾ തൊഴുകൈകളോടെ ശാണ്ഡില്യ മഹർഷിയെ സമീപിച്ച് പ്രകാരം ചോദിച്ചു, അല്ലയോ മഹാപണ്ഡിതനായ വിപ്ര, അവിടുന്ന് സകല പുണ്യങ്ങളും നിറഞ്ഞ മഹാത്മാവാണ്. ഈ കുട്ടിയുടെ കഥകൾ എനിക്ക് ഇതുവരെ ശരിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ ഇങ്ങനെ കിട്ടാൻ എന്തായിരിക്കാം കാരണം? ഒരു സന്യാസി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുട്ടിയെ എടുത്ത് ഇത്രയും കാലം വളർത്തിയത്. എന്നാൽ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇതേവരെ യാതൊരു സംസ്കാര കർമ്മങ്ങളും നടത്തിയിട്ടില്ല. ഉഷയുടെ വാക്കുകൾ കേട്ട് ശാണ്ഡില്യൻ പറഞ്ഞു, ഹേ വിപ്രാംഗനെ, കേട്ടുകൊള്ളുക. ഈ കുട്ടി സത്യരഥൻ എന്നു പേരായ വിദർഭ രാജാവിൻ്റെ പുത്രനാണ്. സത്യരഥൻ യുദ്ധത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പത്നി, ഈ കുട്ടിയുടെ അമ്മ, മാനസിക വിഭ്രാന്തിയോടെ കൊട്ടാരം വിട്ടുപോന്നു. ഗർഭിണിയായിരുന്ന രാജ്ഞി വനത്തിൽ വെച്ച് പ്രസവിച്ചു. വർദ്ധിച്ച ദാഹത്താൽ സമീപത്ത് കണ്ട പൊയ്കയിലിറങ്ങി വെള്ളം കുടിക്കവേ അവളെ മുതല പിടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ ഈ കുട്ടി അനാഥനായി. ശാണ്ഡില്യ വാക്കുകൾ കേട്ട ബ്രാഹ്മണി ദുഃഖിതയായി തുടർന്ന് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, വിദർഭ രാജാവ് അല്പായുസായി തീരാൻ എന്തായിരിക്കാം കാരണം? ഈ കുട്ടി ദാരിദ്ര്യം അനുഭവിക്കാതെന്തു ഹേതു? ഇവന് രാജാധികാരം കിട്ടുമോ? എൻ്റെ ദാരിദ്ര്യം മാറുമോ? അങ്ങ് ദയവായി ഇക്കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണേ. ഉഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ശാണ്ഡില്യൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറഞ്ഞ വിദർഭ രാജാവ് കഴിഞ്ഞ ജന്മത്തിൽ പാണ്ഡ്യരാജാവായിരുന്നു. അദ്ദേഹം പ്രദോഷവ്രതം മുടങ്ങാതെ നോറ്റുപോന്നു. ഒരു ദിവസം ശിവപൂജ നടത്തുമ്പോൾ ജനങ്ങളുടെ ശബ്ദകോലാഹലം കേട്ടു. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന് സംശയിച്ച് പൂജ മുടക്കി കാര്യവിചാരം തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി ആഗതനായി. ശത്രുവായ സാമന്ത രാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന മന്ത്രി രാജാവിനോട് ചോദിച്ചു, മഹാരാജാവേ, ദുഷ്ടനായ ഈ സാമന്ത രാജാവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിച്ചാലും ഉടനെ തന്നെ അവനെ കൊന്നുകളയുക. രാജാവ് ഉത്തരവിട്ടു. മന്ത്രി അപ്പോൾ തന്നെ ആ കൽപ്പന നടപ്പിലാക്കുകയും ചെയ്തു. ശിവപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വധിച്ചതിനാൽ ആ രാജാവും അപകടമരണത്തിനിടയായി. പാണ്ഡ്യരാജാവിൻ്റെ പുത്രനും ശിവപൂജാഭംഗം വരുത്തിയതിനാൽ അകാല മൃത്യുവിനിരയായി. ആ രാജാവും മകനും താമസിയാതെ വിദർഭ രാജ്യത്ത് ജനിക്കുകയും യുദ്ധത്തിൽ പങ്കെടുത്ത് പടക്കളത്തിൽ മരിക്കുകയും ചെയ്തു. മാത്രമല്ല അച്ഛനും മകനും ദാരിദ്ര്യവും ബാധിച്ചു. വിദർഭ രാജാവിൻ്റെ ഭാര്യ, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയാകട്ടെ, മുൻജന്മത്തിൽ വലിയ പാപം ചെയ്തവളായിരുന്നു. അവൾ ഉന്നത കുലജാതയായ സപത്നിയെ വഞ്ചിച്ചു കൊന്നു. ഇത്തരം നീചപ്രവൃത്തി ചെയ്തതുമൂലം അവളെ ഈ ജന്മത്തിൽ മുതല പിടിച്ചു ഭക്ഷിച്ചു. മഹാമുനെ, ഇവരുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പരിഹാരമില്ലേ? ഉവ്വ്, ഒരേ ഒരു പരിഹാര മാർഗമേയുള്ളൂ. ശിവന് പ്രിയങ്കരമായ പ്രദോഷവ്രതം അനുഷ്ഠിക്കുക. അതുമൂലം സർവ്വ പാപങ്ങളും ശമിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ്. കൂടാതെ സൗഖ്യവും ഉണ്ടാകും. ഞാൻ ഈ പറയുന്നത് സത്യവും സാരവും കൃത്യവും ധർമ്മവും മർമ്മവും കർമ്മവുമാണ്. ശ്രീശങ്കരനെ പൂജിക്കുന്നത് കൊണ്ട് മാത്രമേ ജനങ്ങളുടെ സങ്കടം ശമിക്കുകയുള്ളൂ. പ്രദോഷ ദിവസം ഉപവസിച്ച് നൊയമ്പ് നോറ്റാൽ അതിനു തുല്യ മാഹാത്മ്യമുള്ള വേറെ യാതൊരു വ്രതവുമില്ല. അല്ലയോ ബ്രാഹ്മണോത്തമ, ഏത് ദിവസം വരുന്ന പ്രദോഷവ്രതമാണ് ഉത്തമമായിട്ടുള്ളത്? കറുത്ത പക്ഷത്തിൽ ശനിയാഴ്ച ദിവസം വരുന്ന പ്രദോഷമാണ് ഈ വ്രതം ആചരിക്കുന്നതിനുള്ള നല്ല ദിവസം. മഹാമുനെ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നുകൂടി എനിക്ക് പറഞ്ഞു തന്നാലും. ഉഷയുടെ സംശയ നിവാരണത്തിനായി മുനി പറഞ്ഞു തുടങ്ങി. പ്രദോഷ സമയത്ത് കൈലാസവാസിയായ ശ്രീശങ്കരൻ പാർവതി സമക്ഷം സന്തോഷ നൃത്തം ചെയ്യുന്നു. ആ അവസരത്തിൽ സരസ്വതി ദേവി നൃത്തത്തിന് മോടി ചേർക്കുവാൻ വീണ വായിക്കുന്നു. ബ്രഹ്മാവ് താളം പിടിക്കുന്നു. ഇന്ദ്രൻ ഭംഗിയായി പുല്ലാങ്കുഴൽ വായിക്കുന്നു. ഇതെല്ലാം കണ്ട് പാർവതി ദേവി സന്തോഷിക്കുന്നു. ലക്ഷ്മി ദേവി മനോഹരമായ ഗാനാലാപനം നടത്തുന്നു. ലക്ഷ്മിയുടെ സഹോദരൻ മൃദംഗം വായിക്കുന്നു. ശിവഭൂതങ്ങളിൽ പ്രധാനികളായ നന്ദിയും ഭൃങ്ങിയും ഒപ്പം നൃത്തം ചെയ്യുന്നു. സ്തുതിപാഠകന്മാരും ദേവന്മാരും ഭഗവത് സ്തോത്രങ്ങൾ പാടുന്നു. ഉർവശി, രംഭ, മേനക, തിലോത്തമമാർ പിൻപാട്ടും പാടും. യക്ഷ, കിന്നര, ഗന്ധർവാദികൾ ഭഗവാനെ സ്തുതിച്ചു നിൽക്കും. ഇങ്ങനെ സകല ദേവന്മാരും സന്നിഹിതരാകുന്ന ഒരു ദിനമാണ് പ്രദോഷം. ആ അസുലഭ നിമിഷത്തിൽ വ്രതം നോറ്റാൽ എല്ലാ ദേവന്മാരും ഒന്നിച്ച് പ്രസാദിക്കുമെന്ന മാഹാത്മ്യം കൂടി ഈ വ്രതത്തിനുണ്ട്. ഹേ പണ്ഡിത ശ്രേഷ്ഠ, മഹേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാൻ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നു കൂടി പറഞ്ഞു തരിക. ശാണ്ഡില്യമുനി ബ്രാഹ്മണിയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ശിവപൂജയുടെ വിധങ്ങൾ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക.
പക്ഷം തോറും വരുന്ന ശിവപ്രദോഷങ്ങൾ രണ്ടും അതിശ്രേഷ്ഠമാണ്. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ച് ഭസ്മം പൂശണം. കൂവളത്തില കൊണ്ട് ശിവന് അർച്ചന നടത്തണം. അത് വളരെ ഉത്തമമായി കരുതുന്നു. ശങ്കര ധ്യാനപ്രകാരം ഗ്രഹിക്ക നീ എന്ന് തുടങ്ങുന്ന കീർത്തനം കൃത്തിവാസസിനെ സേവ ചെയ്താൽ ശുഭം എന്നിവിടം വരെ ഭക്തിയോടെ ജപിക്കണം. അത് സർവാഭീഷ്ടപ്രദമാണ്. വളരെ ശുദ്ധവൃത്തിയോടെ നിവേദ്യങ്ങൾ തയ്യാറാക്കി ഭദ്രദീപം തെളിച്ച് ഭഗവാന് നിവേദിക്കണം. കരിക്ക്, പഴം, തേങ്ങ, അവിൽ, മലർ, പാൽ, ശർക്കര ഇവയെല്ലാം ഭഗവാന് നിവേദിക്കാവുന്നതാണ്. ശിവപാദത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് ആരാധന നടത്തി ഭക്തിപൂർവ്വം വ്രതം അനുഷ്ഠിക്കണം. പകൽ മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ച് സന്ധ്യയ്ക്ക് ശേഷം ബ്രാഹ്മണന് കഴിവനുസരിച്ച് ഭക്ഷണം നൽകണം. പിന്നെ താംബൂലദാനം നൽകി തൻ്റെ സമസ്ത പാപങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥനയോടെ ഭഗവാനെ നമസ്കരിക്കണം. പിന്നീട് വ്രതാവസാന പാരണ നിർവഹിക്കാം. പ്രദോഷവ്രതം ഉപവാസത്തോടെ യഥാവിധി അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ശിവന്റെ പ്രസാദം നിമിത്തം തേജസ്സും ഓജസ്സും ആയുസ്സും സമ്പത്തും സ്ഥാനമാനങ്ങളും ആരോഗ്യവും ശരീരസൗഖ്യവും സിദ്ധിക്കും. മാത്രമല്ല ബ്രഹ്മഹത്യ മുതലായ മഹാപാപങ്ങളും ബ്രാഹ്മണ സ്വത്ത് അപഹരിക്കൽ, ദേവന്റെ സമ്പത്ത് മോഷ്ടിക്കൽ മുതലായവ മൂലമുള്ള ദോഷങ്ങളും ശിവസ്വത്ത് അപഹരിച്ചാലുണ്ടാകുന്ന സങ്കടം കൂടിയും ശിവപൂജ നിമിത്തം ഇല്ലാതാവും. പ്രദോഷ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഈ ദിവസം തേച്ചുകുളിയും വെറ്റിലമുറുക്കും പാടില്ല. ബ്രാഹ്മണനോട് ഭക്തിപൂർവ്വം പെരുമാറണം. ശിവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൗനവ്രതം അനുഷ്ഠിക്കണം. പുരുഷന്മാർ സ്ത്രീജനങ്ങളുമായും സ്ത്രീകൾ പുരുഷന്മാരുമായുള്ള സമ്പർക്കം പൂർണ്ണമായും അന്ന് ഉപേക്ഷിക്കണം. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ വരാതിരിക്കാൻ സദാ നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ഉറക്കം വിളച്ച് രുദ്രാക്ഷം ധരിച്ച് ശിവനെ ധ്യാനിക്കണം. മുനിവാക്കുകൾ കേട്ട് സന്തുഷ്ടയും കൃതാർത്ഥയുമായ ബ്രാഹ്മണി വീണ്ടും ശാണ്ഡില്യനെ തൊഴുതുകൊണ്ട് പറഞ്ഞു: മഹാമുനി, എൻ്റെ പുത്രനായ ശുചിവ്രതനും ധർമ്മഗുപ്തനെന്ന ക്ഷത്രിയ രാജകുമാരനും പ്രദോഷോപവാസവ്രതം കൊണ്ട് ദാരിദ്ര്യം നീങ്ങുമെങ്കിൽ അങ്ങ് അവർക്ക് അതിനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുക്കണം. അതുമൂലം അവർക്ക് മംഗളം ഭവിക്കട്ടെ. ശാണ്ഡില്യമുനി മന്ത്രോപദേശത്തിനൊരുങ്ങി കുട്ടികളെ വിളിച്ചു. ശുചിവ്രതനായ ഉണ്ണി വരിക, സുന്ദരനായ ധർമ്മഗുപ്ത രാജകുമാര നീയും വരിക. ചെയ്യുന്നതെല്ലാം ശിവപ്രീതികരമാവുന്ന മന്ത്രം ഇരുവരും പഠിച്ചുകൊള്ളുക. അതിനനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും നിഷ്ഠയും നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ് കുട്ടികളെ കൈക്ക് പിടിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ സമീപത്തിരുത്തി പ്രധാന മന്ത്രങ്ങളും പൂജയുടെ വിധികളും മഹർഷി ഉപദേശിച്ചു കൊടുത്തു. സമർത്ഥന്മാരായ കുട്ടികൾ മഹർഷി ഉപദേശിച്ച മന്ത്രം വേണ്ടുവണ്ണം ഗ്രഹിച്ച് മുനിയുടെ അനുഗ്രഹവും വാങ്ങി അമ്മയും ഒരുമിച്ച് വീട്ടിലെത്തി. ശാണ്ഡില്യ നിർദ്ദേശപ്രകാരം ശ്രീശങ്കരനെ പൂജിക്കാൻ തുടങ്ങി. കറുത്തപക്ഷവും ശനിയാഴ്ചയും ത്രയോദശിയും ചേർന്ന് വന്ന ഒരു ദിവസം നോക്കി ആ കുമാരന്മാർ വ്രതം ആരംഭിച്ചു. ശാണ്ഡില്യമുനി നിർദ്ദേശിച്ച പ്രകാരം അവർ അണുവിട തെറ്റാതെ ശിവപ്രീതിക്കായി ഭക്തിയാദരപൂർവ്വം പൂജകൾ ചെയ്തു, നേർച്ചകൾ നടത്തി. അങ്ങനെ മാസങ്ങൾ 4 കടന്നുപോയി. ഒരു ദിവസം ബ്രാഹ്മണപാലനായ ശുചിവ്രതൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് തനിയെ നദിയിൽ പോയി സ്നാനം ചെയ്ത് ജപിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. നദിയിലെ തുള്ളിക്കളിക്കുന്ന ഓളങ്ങൾക്ക് മീതെ നൃത്തം വെച്ചുകൊണ്ട് ഒരു വലിയൊരു കുട്ടകം അവൻ്റെ നേർക്ക് വരുന്നു. അത് ഈശ്വര വിരചിതമെന്ന് കരുതി ശുചിവ്രതൻ അടുത്തു ചെന്നു കുട്ടകം എത്തിപ്പിടിച്ച് അതിൽ തലയിലേറ്റിക്കൊണ്ട് ഈശ്വര ധ്യാനത്തോടെ വീട്ടിലേക്ക് ചെന്നു. ഭാരമേറിയ കുട്ടകം ചുമന്ന് വിയർത്ത് ക്ഷീണിച്ച് വീട്ടിലെത്തിയ ബ്രാഹ്മണപാലൻ അമ്മയെ വിളിച്ചു പറഞ്ഞു: അമ്മേ, ഞാൻ കുളി കഴിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ച് നിൽക്കുമ്പോൾ നദിയിലൂടെ ഓളങ്ങൾക്കപ്പുറം നൃത്തം വെച്ചൊഴുകി വരുന്ന ഈ കുട്ടകത്തെ കണ്ടു. അത് സാക്ഷാൽ മഹേശ്വരൻ എൻ്റെ ഭക്തിയിൽ പ്രസാദിച്ച് എനിക്ക് തന്നതാണെന്നും ഇത് നിറയെ രത്നവും സ്വർണവുമാണെന്നും ഞാൻ കരുതുന്നു. മകൻ്റെ വാക്കുകൾ കേട്ട അമ്മ കുട്ടകം തുറന്നു നോക്കി. ഒരു നിമിഷം അവർ അതിശയിച്ചു നിന്നുപോയി. അത് നിറയെ രത്നവും സ്വർണവുമായിരുന്നു. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനാകാതെ ആ മാതാവ് നദികുംഭത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു: മക്കളെ, ഇത് പ്രദോഷവ്രതത്തിൻ്റെ മാഹാത്മ്യത്താൽ ലഭിച്ചതാണ്. പാർവതീകാന്തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ദാരിദ്ര്യം ഇതാ തീർന്നിരിക്കുന്നു. എത്ര കാലമായി എൻ്റെ മക്കൾ 2 നേരവും ഭിക്ഷയായിച്ച് ഓരോ വീട്ടിൽ നടക്കുന്നു. ആ ദുഃഖം ഇതാ മാറി. ഭഗവാൻ ആ ദുഃഖത്തിന് ഒരു കാലപരിധി നിശ്ചയിച്ചിരിക്കാം. അതിനാൽ ഈ നിധികുംഭം നിങ്ങൾ ഇരുവരും തുല്യമായി വീതിച്ചെടുത്തുകൊള്ളുക. അമ്മയുടെ വാക്കുകൾ കേട്ട രാജകുമാരനായ ധർമ്മഗുപ്തൻ പറഞ്ഞു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.